ഈ സംഭവം എന്താണ് നടന്നത് എന്ന് നിങ്ങൾക്കറിയോ? ഈ ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ കിണിഞ്ഞു പോയതാണ്. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീട്ടിലെ പ്രസവത്തിലുണ്ടായ അസ്മയുടെ മരണം വാർത്തകളൊക്കെ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓർക്കുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നുന്ന മരണമായിപ്പോയി. ഇന്നലെയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അമിതമായ രക്തസ്രവം കൊണ്ടാണ് ഈ ഒരു സഹോദരി മരണപ്പെട്ടിരിക്കുന്നത്. വീട്ടിലെ പ്രസവമായതുകൊണ്ട് തന്നെ സിറാജുദ്ദീൻ എന്ന അസ്മയുടെ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇതുപോലുള്ള മരണങ്ങൾ നടക്കുന്നത് വീട്ടിൽ മാത്രമല്ല, ഒട്ടനേകം ആശുപത്രികളിലും നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഇതിപ്പോൾ വീട്ടിലായതുകൊണ്ട് ഈ ഭർത്താവിനെതിരെ കേസായിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇദ്ദേഹം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വൈകിയത് തന്നെയാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നു. ചിലരൊക്കെ ഈ ഒരു സംഭവം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. പൊതുവെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് മുസ്താദാണെന്നറിഞ്ഞാൽ പിന്നെ ഭയങ്കരമായുള്ളൊരു ആഘോഷമായിരിക്കും. ഒന്നിനുമല്ലാത്ത നല്ല പണ്ഡിതന്മാരുടെ മെക്കെട്ടായിരിക്കും പിന്നെയുള്ള കയറ്റം. ഈ സംഭവം എന്താണ് നടന്നത് എന്ന് നിങ്ങൾക്കറിയോ? ഈ ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ കിണിഞ്ഞു പോയതാണ്. അസ്മയുടെ മരണത്തിന് ശേഷം ഇയാൾ കാണിച്ചതൊക്കെ ഫുൾ തരികിടയായിരുന്നു. മരണത്തിന് ശേഷം കാണിച്ചത് ഫുൾ പച്ചക്കള്ളം. ഇവരെപ്പറ്റി നമുക്ക് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന, നല്ല സംതൃപ്തിയിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു ഇവരുടേത്. ഈ ഭാര്യ ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബം തന്നെയാണ്. വേറെ പ്രശ്നങ്ങളോ വേറെ വിഷയങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബം തന്നെയാണ്. ഇയാളൊരു ദുഷ്ടനോ കൊലയാളിയോ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇയാൾ ആകെ പേടിച്ചു പോയി. അസ്മയുടെ മരണം ഇയാളെ വല്ലാതെ പേടിപ്പിച്ചു. അങ്ങനെ ഇയാൾ കാണിച്ച കള്ളത്തരം ഇയാളെ തന്നെ കുടുക്കിയിരിക്കുകയാണ്. പ്രസവം നടന്നിരിക്കുന്നത് വീട്ടിൽ തന്നെയാണ്. ആദ്യത്തെ 2 പ്രസവം ഹോസ്പിറ്റലിൽ വെച്ചാണെന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് ആദ്യത്തെ 3 പ്രസവം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയായിരുന്നു. പിന്നെയാണ് ഈ ഭാര്യയും ഭർത്താവും അക്യുപഞ്ചർ ചികിത്സ പഠിക്കുന്നത്. അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് സിറാജുദ്ദീനും ഈ ഭാര്യയുടെയും തീരുമാനമാണ് 4ാമത്തെ പ്രസവം വീട്ടിൽ വെച്ച് നടത്തിയത്. അൽഹംദുലില്ലാ, അത് സുഖകരമായി പ്രസവിച്ചു, ഒരു കുഴപ്പവുമില്ല. 5ാമത്തെ പ്രസവമാണ് ഇത് സംഭവിച്ചത്. അന്നൊന്നും ആർക്കും പരാതിയുമില്ല, പരിഭവവുമില്ല. കുറച്ച് ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മാത്രം, വേറെ വലിയ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ അബദ്ധം സംഭവിച്ചപ്പോഴാണ് വലിയൊരു ആരോപണമായി മാറിയത്. അങ്ങനെ 5ാമത്തെ പ്രസവത്തിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ തയ്യാറായി. അങ്ങനെ വൈകുന്നേരം 6 മണിയോടെ ഈ സഹോദരി പ്രസവിച്ചു കുറച്ചു നേരം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെയാണ് ഈ സഹോദരിക്ക് രക്തസ്രവം ഉണ്ടാകുന്നത്. നിലക്കാത്ത രക്തസ്രവം. ഈ മനുഷ്യന് പറ്റിയ തെറ്റതാണ്. ഇയാൾ ഇത് വലിയ കാര്യമാക്കിയില്ല. ഇയാൾക്കറിയുന്ന പൊടിക്കൈ മന്ത്രങ്ങളൊക്കെ ചൊല്ലി മന്ത്രിച്ചു കൊടുത്തു. മന്ത്രിച്ച കഴിഞ്ഞ ഉടനെ ഈ സ്ത്രീ അനങ്ങാതെ കിടക്കുകയായിരുന്നു. അങ്ങനെ ഇയാൾ കരുതി ആ മന്ത്രത്തിൽ ഇതൊക്കെ ശരിയായി എന്ന്. ഇയാളുടെ മന്ത്രത്തിൽ ഇതൊക്കെ ശരിയായി എന്നാണ് ഇയാൾ കരുതിയത്. 6 മണിക്കാണ് പ്രസവിച്ചത്. എന്നിട്ടും ഇവിടെ ഒരുപാട് സമയങ്ങൾ കിടക്കുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരുപാട് സമയങ്ങൾ ഇവിടെ കിടക്കുകയാണ്. ഇയാളുടെ മന്ത്രത്തിൽ ഇതൊക്കെ ശരിയായി എന്നാണ് ഇയാൾ കരുതിയത്. ഭാര്യയോട് സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നല്ല, ഭാര്യയെ കൊന്നതുമല്ല ഇയാളുടെ ആത്മവിശ്വാസം തന്നെ ഇയാളെ ചതിച്ചിരിക്കുക. മിണ്ടാതെ കിടക്കുന്ന ഭാര്യയെ കുറച്ചു കഴിഞ്ഞ് ഇയാൾ വന്ന് നോക്കിയപ്പോൾ മിണ്ടാതെയും അനങ്ങാതെയുമുള്ള ബോഡിയായിരുന്നു ഇയാൾ കാണുന്നത്. പിന്നെ ഇയാൾ ബേജാറാവുകയാണ്. ഇയാളടുത്തുനിന്ന് പറ്റിയ തെറ്റാണെന്ന് ഇയാൾ മനസ്സിലാക്കുകയാണ്. പിന്നെ സംഭവിച്ചതൊക്കെ ഫുൾ കള്ളങ്ങളായിരുന്നു, കള്ളത്തരങ്ങളായിരുന്നു, ഉഡായിപ്പുകളായിരുന്നു. ഈ മനുഷ്യൻ ഭാര്യയെ കൊല്ലാൻ വേണ്ടി ചെയ്തതൊന്നല്ല. ഇയാളുടെ ആത്മവിശ്വാസം സ്വന്തം ഭാര്യ മരണപ്പെടാനുള്ള കാരണമാവുകയാണ്. അത് ഇയാൾക്കും അറിയാം. പിന്നെ ഇതിൽ നിന്നും ഇയാൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് പിന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യ മരണപ്പെട്ട കാരണത്തിൽ ഇയാൾ എന്തെന്നായാലും കുടുങ്ങുമെന്ന് ഇയാൾക്ക് മനസ്സിലായി. പിന്നെ കാണിച്ചതൊക്കെ ഫുൾ കള്ളത്തരങ്ങളായിരുന്നു. 9 മണിയോടെയാണ് അസ്മ മരണപ്പെടുന്നത്. ഒരുപാട് സമയങ്ങൾ പിന്നെയും ബാക്കിയുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. ഇയാൾ രക്ഷപ്പെടാൻ ആദ്യം കാണിച്ച ഉഡായിപ്പ്, മരണവിവരം ആരോടും പറഞ്ഞില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് അങ്ങ് ആലപ്പുഴയിലുള്ള ഇയാളുടെ ഒരു സുഹൃത്തായ ഒരു ബന്ധുവിനെ.
വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബന്ധുവിനെയാണ് ഇയാൾ അറിയിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ ആലപ്പുഴയിലുള്ള ആ ബന്ധു മുഖേനയാണ് അസ്മയുടെ വീട്ടുകാരറിയുന്നത്. അപ്പോഴത്തേക്കും നേരം വൈകിയിരുന്നു. അസ്മയുടെ വീട്ടുകാരെ ഇയാൾ അറിയിക്കുന്നത് ഈ മയ്യത്തുമായി പുറപ്പെടുമ്പോഴാണ് അസ്മയുടെ വീട്ടുകാരെ ഇയാൾ അറിയിക്കുന്നത്. ഇയാൾ രണ്ടാമത് കാണിച്ച കള്ളത്തരം ആംബുലൻസ് ഡ്രൈവറോടായിരുന്നു. പായയിൽ പൊതിഞ്ഞ മയ്യത്തായിരുന്നു ആംബുലൻസ് ഡ്രൈവർ കാണുന്നത്. ആരാണ് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് പ്രായമുള്ള ഒരാളാണ് ശ്വാസം മുട്ടൽ കാരണം മരണപ്പെട്ടു പോയതാണ്. അങ്ങനെ പായൽ പൊതിഞ്ഞ മയ്യത്തും പ്രസവിച്ച് ചോര പോലും കഴുകിക്കളയാത്ത ഒരു കുഞ്ഞുമായി ഇവർ പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന വഴിയിൽ വച്ചായിരുന്നു അസ്മയുടെ വീട്ടുകാരെ അറിയിക്കുന്നത്. അസ്മയുടെ ആഗ്രഹമായിരുന്നു ഉപ്പയുടെ ഖബറിനടുത്തായിരിക്കണം എന്നെയും മറവ് ചെയ്യേണ്ടത് എന്ന്. ഇത് സിറാജുദ്ദീൻ തന്നെ അസ്മയുടെ വീട്ടുകാരോട് പറഞ്ഞ വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അസ്മയുടെ വീട്ടിലേക്ക് മയ്യത്തും കൊണ്ട് ചെല്ലുന്നത്. അപ്പോഴത്തേക്കും ഖബറടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ ഈ മനുഷ്യൻ ചെയ്തു വച്ചിരുന്നു. അസ്മയുടെ വീട്ടിലെത്തിയതും മറവ് ചെയ്യാനുള്ള ഒരു ധൃതിയായിരുന്നു ഈ മനുഷ്യൻ കാണിച്ചത്. മൂന്നാമത്തെ കള്ളത്തരത്തിലാണ് ആകെ ഇയാൾ കുടുങ്ങിയത്. മയ്യത്ത് കൊണ്ടുവന്നതും ഖബറടക്കാനുള്ള ധൃതിയായിരുന്നു ഈ ഒരു മനുഷ്യൻ. അങ്ങനെയാണ് വീട്ടുകാർ മരണകാരണം തിരക്കുന്നത്. പിന്നെയാണ് ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുന്നത്. ഇയാളുടെ സംസാരത്തിലൊക്കെ സംശയങ്ങൾ തോന്നാൻ തുടങ്ങി. അങ്ങനെ അവിടെ ചോദ്യം ചെയ്യലും കയ്യാങ്കളിയും അടിയും ഇടിയും ഒക്കെ ഉണ്ടായി. ഹോസ്പിറ്റലൊക്കെയായി. അങ്ങനെയാണ് പോലീസ് എത്തുന്നതും അസ്മയുടെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ യുവതി മരണപ്പെടാനുള്ള കാരണം രക്തസ്രവം മൂലമാണെന്ന്. ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയത് കാരണമാണ് യുവതിയുടെ മരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ അസ്മ ഇന്ന് ജീവിച്ചിരുന്നേനെ. നഷ്ടമായിരിക്കുന്നത് ആ പൊന്നുപോലുള്ള 5 മക്കൾക്കാണ്. അപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ആ മനുഷ്യൻ ഭാര്യയെ കൊല്ലാൻ വേണ്ടി ചെയ്തതൊന്നല്ല ഇത്. ചങ്ങായിൻ്റെ ആത്മവിശ്വാസം ചങ്ങായിയെ ചതിച്ചിരിക്കുകയാണ്. പിന്നെ കാണിച്ചത് മൊത്തം ഫുൾ കള്ളത്തരങ്ങളായിരുന്നു. ആ കള്ളത്തരമാണ് ഇയാളെ കുടുക്കിയത്. ആ സഹോദരിക്ക് പടച്ചറബ് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും പടച്ചറബ് കാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.